ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പലരും ശ്രദ്ധിക്കാത്തൊരു ലീഗൽ റിസ്ക് ഉണ്ട്. അതായത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് എല്ലാ പാർട്ട്നേഴ്സിനും ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് വിചാരിച്ചാലും ഒരു പാർട്ട്ണർ മാത്രം വിചാരിച്ചാൽ ആ പാർട്ട്ണർഷിപ്പ് ഫേം വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. പാർട്ട്ണർഷിപ്പ് ഡീഡ് നിങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ ഡ്യൂറേഷൻ ഓഫ് ദ ഫേം എന്നുള്ളിടത്ത് ദിസ് പാർട്ട്ണർഷിപ്പ് ഷാൾ ബി അറ്റ് വിൽ എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പാർട്ട്ണർഷിപ്പ് ആക്ടിന്റെ സെക്ഷൻ 43 പ്രകാരം ഏതെങ്കിലും ഒരു പാർട്ട്ണർ ആ ഫേം ഡിസോൾവ് ചെയ്യണമെന്നുള്ള നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ നോട്ടീസ് കാലാവധി അവസാനിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ നോട്ടീസ് കിട്ടിയ ഡേറ്റ് മുതലോ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ സക്സസ്ഫുൾ ആയി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഒരു പാർട്ട്ണർ മാത്രം വിചാരിച്ചാലും അത് അവസാനിപ്പിക്കാൻ പറ്റും. ഇതിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ ഇങ്ങനെയുള്ള പാർട്ട്ണർഷിപ്പ് തുടങ്ങുമ്പോൾ പാർട്ട്നേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ചൂസി ആവേണ്ടതുണ്ട്. ഇത്തരം റിസ്കുകൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പാർട്ട്നേഴ്സിനെ ആഡ് ചെയ്യേണ്ടത്. രണ്ടാമത്തത്, വളരെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റാർട്ടപ്പ് സ്ട്രഗിൾ കഴിഞ്ഞ് ഒരു ഗ്രോത്ത് സ്റ്റേജിലുള്ള പാർട്ട്ണർഷിപ്പ് ഫേം ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിന്റെ ലീഗൽ എൻറ്റിറ്റി സ്ട്രക്ചർ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നുള്ള സ്ട്രക്ചറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും.